ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് വണ്ണം വെക്കാത്ത ആളുകൾക്ക് നിനക്ക് തൈറോയിഡ് പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ എന്ന് പറയും. ശരിക്കും അങ്ങനെയുണ്ട്? അവര് എത്ര ഭക്ഷണം കഴിച്ചാലും വണ്ണം വെക്കാത്തത്? തൈറോയ്ഡ് ഹോർമോൺ കൂടുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ വരാറുണ്ട്. നമ്മൾ അപ്പറ്റൈറ്റ് നല്ലപോലെ ഉണ്ടെങ്കിലും പക്ഷേ എത്ര ആഹാരം കഴിച്ചാലും വെയിറ്റ് ഗെയിൻ ചെയ്യാത്തൊരവസ്ഥ. സോ ഡെഫിനറ്റ്ലി തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല, ഉണ്ടാവാം അല്ലേ? ഓക്കെ. ഈ വെയിറ്റ് ഗെയിനും തൈറോയിഡും തമ്മിലുള്ള കണക്ഷൻ എന്താ? കാരണം ഇതിൽ കൂടിയാലും കുറഞ്ഞാലും വെയിറ്റിന് വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അതിന്റെ റിലേഷൻ എന്താ? തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ബോഡി എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. സോ ഇതിന് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നതാണ് തൈറോയ്ഡ് ഹോർമോൺ. സോ ഹോർമോൺ കൂടുമ്പോൾ ഉള്ളൊരവസ്ഥയിൽ ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് അതുപോലെ തന്നെ കൂടും. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം കൂടുതലായിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് കാരണം നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് മെലിഞ്ഞു വരും. അതെ, സെയിം തിങ് ആണ് ഹോർമോൺ കുറഞ്ഞു വരുന്നുള്ളൊരവസ്ഥ. കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് അതുപോലെ കുറയും. അത് കാരണം വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ വണ്ണം വെക്കൂല, ഭക്ഷണം അങ്ങനെയാണോ? അതായത് ഇപ്പം തൈറോയിഡ് ഉള്ള ആൾക്ക് ഇപ്പം നല്ല ഓവർ വെയിറ്റ് ഉള്ള ചില ആളുകളോട് ചോദിച്ചാൽ എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, ഞാൻ അങ്ങനെ വെള്ളം കുടിച്ചാലും എനിക്ക് വണ്ണം വെക്കുന്നത്, അങ്ങനെയുണ്ട്? അങ്ങനെയല്ല, നമ്മളൊരു നോർമൽ രീതിയിൽ ആഹാരം കഴിച്ചാലും ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും വെയിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും വല്ലാതെ കൂടുന്നു. ആ ഒരു സിംറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.